ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊന്ന് വാട്ടർ മെട്രോയിൽ പോകാം. ഞാൻ വാട്ടർ മെട്രോ കൊച്ചിയിൽ വന്നിട്ട് ഇതുവരെയും അതിനകത്ത് കയറിയിട്ടില്ല. അപ്പോൾ വെറുതെ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ ഒന്ന് ഫോട്ടോ കൊച്ചി പോവാം എന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഫോട്ടോ കൊച്ചിയിലുള്ള വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷനിലേക്കാണ് പോയത്. നേരെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായി. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ ആക്ച്വലി ആ ടിക്കറ്റ് പ്രൈസിങ് എനിക്കൊരു ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. പല ഡേയ്സിൽ പല റേറ്റ്, വീക്കെൻഡ്സിലൊരു റേറ്റ്, വീക്ക് ഡേയ്സിലൊരു റേറ്റ്, ഹോളിഡേയ്സിൽ വേറൊരു റേറ്റ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ടിക്കറ്റും കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കിനും ബോട്ടുണ്ടെന്ന് പറഞ്ഞവർ. സോ ഞാൻ നേരെ ബോട്ടിലേക്ക് കയറി. ബോട്ടിലേക്ക് കയറാനായിട്ടുള്ള തിരക്കാണ് കണ്ടത്. നല്ല തിരക്കായിരുന്നു, സീറ്റ് കിട്ടിയില്ല. അങ്ങനെ അപ്പം നമ്മൾ ബോട്ടിൽ കയറി ഞാൻ ആ കയറുന്നതിന് മുന്നേയുള്ള ആ സ്ഥലത്ത് അമരമോ അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഞാൻ 2 വീഡിയോസ് എടുക്കാൻ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ നേരെ അകത്തേക്ക് കയറി. അപ്പോൾ ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ടാക്കിയ 100 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കാറ്റാമരം ബോട്ടാണ്. ആക്ച്വലി നല്ല എസിയും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാം കൊണ്ട് സെറ്റായിരുന്നു. നല്ല കിട്ടിയില്ല, നല്ല പ്രീമിയം ഫീലുള്ള ബോട്ടാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ട് കൊച്ചിക്കായലിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിൽ കൂടിയിട്ട് ഒരു വലിയ ഒരു ഷിപ്പ്. നമ്മൾ കൊച്ചിക്കാർക്ക് ഇത് ആക്ച്വലി ഫെമിലിയർ ആണ്. പണ്ട് ഫോർട്ട് കൊച്ചി വൈപ്പിൻ ജങ്കാർ സർവീസസിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇത് കാണുന്നതാണ്. ഇതിൽ കുറേ കൊച്ചിയിൽ നിന്നല്ലാത്തവരും പിന്നെ വിദേശികളൊക്കെ ഉണ്ടായി. അവർക്കൊക്കെ ഇത് അത്രത്തോളം ഫെമിലിയർ അല്ല എന്ന് തോന്നുന്നു. സോ അവരെല്ലാം നോക്കുന്നുണ്ടായി, അവരെല്ലാം ക്യാപ്ചർ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളിതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പം നമ്മൾ അവിടെ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് ഞാനിങ്ങനെ മേളിൽ 2 സോക്കറ്റ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഒന്ന് പവർ പ്ലഗ്, മറ്റത് HDMI പോർട്ടായിരുന്നു. പവർ പ്ലഗ് ഫുള്ള് വന്ന് കാരണം അത് അടക്കാനായിട്ടൊരു പണി കിട്ടി. HDMI പിന്നെ ഫുള്ള് വരുന്നതിന് മുമ്പേ ഞാനങ്ങ് അടച്ച്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ മറൈൻ ഡ്രൈവ് വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷനിലെത്തി. അപ്പോൾ പിന്നെ നേരെ എല്ലാവരും കൂടി അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും അവർ നമുക്ക് ആക്ച്വലി ഒരു ചെറിയൊരു കാർഡ് പോലെയാണ് തന്നത്. ATM കാർഡിൻ്റെ ഒരു സൈസിലുള്ള ഒരു കാർഡാണ് ടിക്കറ്റായിട്ട് തന്നത്. അത് അവിടെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ അത് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതും അവിടെ ഡ്രോപ്പ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. അപ്പം അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.